അറിയില്ല, ഞാൻ കണ്ടു, ഞാൻ ചിരിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ ചിരി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ നിർത്താതെ ചിരിക്കുമായിരുന്നു. പിന്നെ അടുത്തത് എൻ്റെയോ ചിത്രയോ? ചിത്ര കൊള്ളാം, ഓക്കെ, ജസ്റ്റ് എബോവ് ആവറേജ്. നെക്സ്റ്റ് അടുത്ത് കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇതിനേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതിനാണോ 10-15 ക്യാമറ കൊണ്ട് വന്നിരിക്കുന്നത്? എത്ര വേണമെങ്കിൽ തരാം, നിങ്ങൾ അതൊന്ന് ഉണ്ടാക്കി തന്നാൽ മതി. എത്ര സ്പിൻ ഓഫ് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ഓൾറെഡി യൂണിവേഴ്സ് എന്നല്ലേ. കഴിഞ്ഞോ വേറെ പുതിയൊന്നും കൊണ്ടാ? ആർക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാറുണ്ടോ? ആർക്കെങ്കിലും ഒന്നും കൊടുക്കാം? എല്ലാം കഴിയില്ലേ? ഇങ്ങനെയുള്ള ത്രൂ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സുമലതയിലൊക്കെ ലയിച്ചു. കാരണം ഓഡിയൻസിനോടൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ സുമലതയും സുരേഷ് ഏട്ടനോടുള്ള ഇഷ്ടം തീരെ കുറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് ചെയ്തു. അത് പിന്നെ പറഞ്ഞ ഡയറക്ടർ അതേ പറഞ്ഞു, ഡയറക്ടറും വ്യക്തമായിട്ട് ധാരണ തന്നിട്ടുണ്ട്. നൈസ്. അതുകൊണ്ട് ആ ക്യാരക്ടർ അതേപടി നമ്മൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാറിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കിട്ടാത്തപ്പോൾ സാർ തന്നെ ആക്ട് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. ആ ഒരു വീഡിയോയിൽ ചെയ്തില്ല, അതുപോലെ ഓരോരോ മൊമെന്റ് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് എളുപ്പമാക്കാൻ പറ്റിയെന്നാണ് രതീഷേട്ടന്റെ ആ ഒരു കുറെ തോട്ട് പ്രൊവോക്കിംഗ് സീൻസ് ഉണ്ട്, കുറെ നല്ലൊരു ഇത്. സുധീഷേട്ടനോടുള്ള അച്ഛൻ മോൾ കോമ്പിനേഷൻ സുധീഷേട്ടനോടുള്ള അച്ഛൻ മോൾ കോമ്പിനേഷൻ സുധീഷേട്ടൻ പെട്ടെന്ന് നമ്മളുമായിട്ട് നല്ല കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യും. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളോട് നല്ല കമ്പനിയായി. ആ ഒരു സീനിയർ ആക്ടർ എന്നുള്ള ആ ഒരു ചാടയൊന്നും സെറ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു പുതിയ ആൾക്കാരുടെ രീതിയിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായത്. അതും ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും. എപ്പോഴും അതെ ചിരിച്ച് തമാശ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഞാൻ പടം കണ്ടിട്ട് അറിഞ്ഞാണ് റെസ്പോൺസ് എന്താ, ഇതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് പറയാം. ഞങ്ങൾ ഹാപ്പിയാണ്. അറിയില്ല, നിങ്ങളെന്ന് കണ്ടിട്ട് നോക്കും. ഞാനെന്ത് പറയുന്നു, ഞങ്ങളെന്തായാലും ഹാപ്പിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതിലുപരി ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഒരു കഥാപാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. പൊതുവേ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ്. ഞാൻ ഏകദേശം 8-9 മാസത്തോളം ഈ സിനിമയുടെ പുറകിലുണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ല ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. സൂപ്പറാ. രതീഷ് ഫുട്ബോൾ മാച്ച് അടിപൊളി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു മേക്കിംഗ് ഉള്ള ഒരു മൂവി. എല്ലാവരും കാണാൻ അടിപൊളി പടം. വാക്കുകളിൽ പറയാൻ വേണ്ടി ഭയങ്കര സന്തോഷം. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. എൻ്റെ പടം അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അത് കോമഡി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അത് ഞാൻ ചെയ്ത സീൻസൊക്കെ വർക്കായിട്ട് നല്ലൊരു നയൻറ്റായിട്ട് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. കാണാൻ അതെ, ഞാൻ ഒത്തിരി ആസ്വദിച്ചു. ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ കാണുന്നത്. ഭയങ്കര സന്തോഷം തോന്നിയത് സിനിമ. ഭയങ്കര കുറേ ആൾക്കാരുടെ ഹാർഡ് വർക്കാണ് പടം.
ഉറപ്പായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര ഒരു വേറൊരു എക്സ്പീരിയൻസ് മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സിനിമ തന്നെയാണത്. അത്രയേ ഉള്ളൂ. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ചായ ഒരു പടമായിരുന്നു. സോ ആദ്യം നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ അഭിനയിച്ച് പടമായത് നമുക്ക് എത്രത്തോളം അതിനെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി, ഞാൻ ഇതിൽ അഭിനയിച്ചാണെന്നുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു പടമായിരുന്നു. എല്ലാവർക്കും ഒരുപാട് എൻഗേജിങ് ആയിരിക്കും, എൻ്റർടൈനിങ് ആയിരിക്കും.